എന്റെ പേര് വന്നിട്ട് മുനീറ ജാഫർ എന്നാണ്. ഞങ്ങളെ സ്ഥലം മലപ്പുറം എടപ്പാൾ പോത്തനൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിവിടെ കുറച്ചു വർഷങ്ങളോളായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഹൈബ്രിഡ് വെറൈറ്റി താമരയും ആമ്പലും ഒരു 150ഓളം വെറൈറ്റി നമ്മളെ അടുത്ത് ഇപ്പോ ഉണ്ട്. അതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയാം. കൂടുതലായിട്ട് നമ്മളെ കേരളത്തിന്റെ ഉള്ളിലേക്കും ഔട്ട്സൈഡ് കേരള പുറത്തേക്കൊക്കെ നമ്മള് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ DTDC കൊറിയറിലാണ് മെയിൻ ആയിട്ട് അയച്ചു കൊടുക്കാറ്. പിന്നെ പ്രൊഫഷണല് അതേപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ അയച്ചെടുക്കാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണിത്. ആദ്യം ഞാൻ അലങ്കാര മത്സ്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അലങ്കാര മത്സ്യങ്ങളില് പല വെറൈറ്റികളും നമ്മൾ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ആക്കി. അതില് കൊറോണ സമയത്തൊക്കെ നമ്മൾ അത് കൂടുതൽ അത് നമുക്ക് ഒരു എല്ലാ കാര്യം കൊണ്ടും ഉപകാരമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ ഹൈബ്രിഡ് വെറൈറ്റി താമര ആമ്പലും അറിയാൻ കഴിഞ്ഞത്. എനിക്ക് കൂടുതൽ അറിയാനും സാധിച്ചത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്ത് അതൊരു ക്രേസായി. പിന്നെ അത് കൂടുതൽ കളക്ട് ചെയ്യണം എന്നുള്ളത് തോന്നലായി. അപ്പൊ ഈ ഹൈബ്രിഡ് വെറൈറ്റികളിൽ തന്നെ കൂടുതൽ പൂക്കുന്ന വെറൈറ്റികളുണ്ട്, പൂക്കാത്ത വെറൈറ്റികളുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒരു മിനിമം ക്വാണ്ടിറ്റി നല്ല പൂക്കുന്ന വെറൈറ്റി, ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയും, അത് മാത്രം ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിലാണ് ഇതൊക്കെ കാണുന്നത്. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. ഇതിലിപ്പോ ഗ്രീൻ കളറ്, യെല്ലോ കളറ്, വൈറ്റ്, റെഡ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധം കളർ എല്ലാതും ഉണ്ട്. പിന്നെ കൂടുതൽ കളേഴ്സ് വൈവിധ്യം നമ്മളെ ഹൈബ്രിഡ് ആമ്പലുകളാണ്. പലപ്പോഴും ചിലവരൊക്കെ ഇത് കണ്ടിട്ട് ചോദിക്കും, നമ്മളെ ഈ കായലുകളിലും തോടുകളിലുള്ള വെറൈറ്റീസ് അല്ലേന്ന് പല ആൾക്കാരും ഇത് കണ്ടാലടക്കം ചോദിക്കാറുണ്ട്. അപ്പം പറയാം അതും ഇതും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുതെന്ന് പറയും. കാരണം ആ ഒരു നാടൻ വെറൈറ്റി നമ്മളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പാത്രങ്ങളിൽ ഫ്ലവർ ഉണ്ടാവില്ല. അത് കൺഫേം ആണ്. ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി സ്പേസ് കൊടുത്ത് വലിയ വലിയ പോണ്ടുകളിലൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ട് സീസണിലാണ് എപ്പോഴെങ്കിലും ഫ്ലവർ ഉണ്ടാവും. പാടങ്ങളിൽ പോലെ ഇതേപോലെ ഉണ്ടാവൂല. അപ്പൊ ഹൈബ്രിഡ് വെറൈറ്റി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരാളോട് ഈ ഹൈബ്രിഡ് വെറൈറ്റി അറിയാത്തവരോട് ചോദിച്ചാല് ഞാൻ എപ്പോഴും ഉപമിക്കുക നമ്മളെ നാടൻ പ്ലാവും പിന്നെ അതേപോലെ തന്നെ ഈ ഒട്ടുമാവും തമ്മിൽ എങ്ങനെ ഡിഫറെന്റ് എന്നുള്ളതാണ് പറയുള്ളൂ. കാരണം അതെന്ന് പറഞ്ഞാല് ചെറിയ പ്രായത്തിൽ തന്നെ ഫ്ലവർ ഇട്ട് ഇതാവും. നേരെ മറിച്ച് ഒരു നാടൻ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഒരു 5 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിഞ്ഞാലേ കായ്ക്കോളും. അതേപോലത്തെ ഒരു തന്നെയാണ് ഹൈബ്രിഡ് ഇനം എന്ന് പറയുന്നത്. ഇത് മിക്കവാറും തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത്, അതിന്റെ ഹൈബ്രിഡേഴ്സന്മാര്. എന്നിട്ടാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. എല്ലാവർക്കും അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അവര് കൊണ്ടുവന്ന് അവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ ഇംപ്ലിമെന്റ് ആയിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ നിന്ന് ഓൾമോസ്റ്റ് മേടിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും മേടിക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ബിസിനസ്സിൽ സത്യസന്ധത ഉണ്ടോ അത്രത്തോളാണ് നമുക്ക് ഈ ബിസിനസ് നിലനിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഇത് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. ഒരു വീട്ടമ്മ, ഞാനിവിടെ പുറത്തേക്കൊന്നും പോണില്ല, ഈ വീട്ടിലിരുന്നിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ട് 10 രൂപ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അതിലൊരു സന്തോഷം എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പൈസയിലുപരി ഇത് കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് എന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. സപ്പോർട്ട് എങ്ങനെ വീട്ടുകാരുടെ അതുപോലെ പഞ്ചായത്ത് എല്ലാരും ഇപ്പൊ നല്ല സപ്പോർട്ടാണ്. അറിഞ്ഞു വരുന്നുള്ളൂ എല്ലാരും. നമ്മളെ ഈ ചുറ്റുപാടിൽ അറിയണുള്ളൂ. പക്ഷെ അധികം അറിയണത് നമ്മൾ പുറത്താണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് കൊറിയർ വരുന്നത്, ഓർഡേഴ്സ് വരുന്നത്. ഞാൻ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ നമ്മളെ ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, GBF എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെയാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. അതുപോലത്തെ നല്ല നല്ല ആളുകളിലേക്ക് എത്തിക്കൊണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പോരാത്തതിന് ഒരു സ്ത്രീ ഒന്ന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സംരംഭം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നില് അവരുടെ ഫാമിലി, മെയിൻ ഹസ്ബൻഡ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും സക്സസ് ആവാൻ